ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബെറ്റർ മെന്ററിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് സെറ്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെറ്റ്സിന്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ഇതിൽ പഠിക്കാൻ പോകുന്നത് സെറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡയഗ്രംസ് വെച്ചിട്ടാണ്. വെൻ ഡയഗ്രം എന്ന് പറയുന്ന ഡയഗ്രമാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതില് റെക്ടാംഗിൾസും സർക്കിൾസും ഒക്കെ ചേർന്നതാണ് ഈ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. സെറ്റ് യു ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു റെക്ടാംഗിൾ വരയ്ക്കണം. ഇതാണ് ഈ റെക്ടാംഗിൾ ആണ് യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രാണ് ഈ റെക്ടാംഗിൾ. നമ്മൾ തന്നെ യു എന്ന് കൊടുക്കും. ഇതിലുള്ള മെമ്പേഴ്സ് യു എന്ന ഈ സെറ്റിലെ മെമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8. അതിന്റെ ഇതിലൂടെ ഈ എ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് അല്ലേ. അപ്പോ എ ഈസ് എ സബ്സെറ്റ് ഓഫ് യു. അപ്പോ ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളില് എ എന്ന് സർക്കിളിൽ വരയ്ക്കുന്നു. ഇതാണ് എ എന്നുള്ള സെറ്റ്. ഇതിലെ മെമ്പേഴ്സ് ആണ് 2, 4, 6, 8. 2, 4, 6, 8. ഇപ്പൊ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഈ ഡയഗ്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? വെൻ ഡയഗ്രം, ഇതിനെയാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് വെൻ ഡയഗ്രം എന്ന് പറയാം. ഇതിലിപ്പോ ഈ കാര്യങ്ങളൊക്കെ യു എന്നുള്ള സെറ്റ് മനസ്സിലായി, എ എന്നുള്ള സെറ്റ് സർക്കിളായിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. അതിലുള്ള മെമ്പേഴ്സ് എയുടെ ഉള്ളില്, ബാക്കി എയും ചുറ്റുമുള്ള മെമ്പേഴ്സും കൂടി ചേർന്നതാണ് യു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ എഴുതിയിട്ടുള്ള അത്രയും കാര്യങ്ങൾ, അതായത് യു ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു എ ഇസ് എ സബ്സെറ്റ് ഓഫ് യു, ഇത്രയും കാര്യങ്ങൾ ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടോണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും അല്ലെ. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ബി എന്നൊരു സെറ്റും കൂടി ഉണ്ടെന്ന് വിചാരിക്കും. ഇതില് ബി ഇസ് ഈക്വൽ ടു സെറ്റ് 4,6. അപ്പൊ ഇത് എ എന്ന ഇതിന്റെയും സബ്സെറ്റ് ആണ് അല്ലെ, യുവിന്റെ സബ്സെറ്റ് ആണ്. ഓൾസോ ഇത് എയുടെയും സബ്സെറ്റ് ആണ്, കാരണം 4, 6 എയിലെ മെമ്പേഴ്സ് ആണ് അല്ലെ. അപ്പോ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. നമ്മളിത് എങ്ങനെ വരയ്ക്കുക? അതില് കണ്ടോ? അപ്പോ ഇത് എ എന്നുള്ളൊരു സെറ്റ്, ഇത് ബി എന്നുള്ള സെറ്റ്. ബിയിലെ മെമ്പേഴ്സ് 4ഉം 6ഉം. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം മനസ്സിലായില്ലേ? ബി എന്നുള്ളത് എയുടെ സബ്സെറ്റ് ആണ്, ഓൾസോ യുവിന്റെ സബ്സെറ്റ് ആണ്. പിന്നെ ബിയിലെ മെമ്പേഴ്സ് 4, 6 ആണ്. എയിലെ മെമ്പേഴ്സ് 2, 4, 6, 8. 2, 4, 6, 8 ആണ്. ഇനി യുവിലെ മെമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8 അല്ലെ. അപ്പൊ ഈ എഴുതിയിട്ടുള്ള അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ റെപ്രസെന്റേഷൻ കൊണ്ട് മനസ്സിലായി അല്ലേ. അടുത്തത് നമുക്ക് യൂണിയൻ ഓഫ് സെറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. രണ്ട് സെറ്റുകളുടെ യൂണിയൻ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാല് വെൻ ഡയഗ്രം വെച്ച് പറഞ്ഞുതരാം. യൂണിവേഴ്സൽ സെറ്റ് യു, രണ്ട് സെറ്റ്സ് എ ആൻഡ് ബി. യൂണിയൻ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? കൂടിച്ചേരുന്നത്. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ സിമ്പിൾ, എയും ബിയും തമ്മിൽ രണ്ടും കൂടി കൂടിച്ചേർന്ന ഒരു രൂപം, എ യൂണിയൻ ബി. അപ്പോ A is equal to set 1, 2, 3, 4. B is equal to set 5, 6, 7, 8. ഇങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാല് എയും ബിയും കൂടി ചേർന്നത് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? എ യൂണിയൻ ബി is equal to 1, 2, 3, 4, 5, 6,
7, 8 അല്ലേ? അപ്പൊ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ സെറ്റ് യു എ ബി. എയിൽ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8. ഇപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ഏരിയ ഏതൊക്കെ വരും? ഇത് രണ്ടും കൂടി ചേർന്നത്. ഇതില്ല കേട്ടോ. ഇതാണ് എ യൂണിയൻ ബി. മനസ്സിലായില്ലേ? എയും ബിയും കൂടി ചേർന്നത്. ഓക്കെ. ഇനി എ യൂണിയന്റെ ചില പ്രോപ്പർട്ടീസ് പറഞ്ഞുതരാം. ഫസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി യൂണിയൻ എ, അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അടുത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അതായത് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അടുത്തത് എ യൂണിയൻ ഫൈ. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ സെറ്റ്. എ യൂണിയൻ ഫൈ ഇസ് ഈക്വൽ ടു എയും ഒരു നൾ സെറ്റും കൂടിയുള്ള യൂണിയൻ എന്തായിരിക്കും? എ ഇറ്റ് സെൽഫ്. അതാണ് ലോ ഓഫ് ഐഡന്റിറ്റി. അടുത്ത പ്രോപ്പർട്ടി വരുന്നത് എ യൂണിയൻ എ. എ യൂണിയൻ എ എന്തായിരിക്കും? ഒരു സെറ്റും രണ്ട് സെയിം സെറ്റുകൾ തമ്മിൽ കൂടിച്ചേർന്നാൽ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും കിട്ടുക? ആ സെയിം സെറ്റിന് കിട്ടും. അതായത് നമ്മൾ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ഒരു പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ. അപ്പൊ ആ സെറ്റ് എന്തായി മാറും? ആ സെയിം സെറ്റ് തന്നെ അല്ലെ? എ യൂണിയൻ എ എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കും. അടുത്തത് യു യൂണിയൻ എ എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് ഇറ്റ് സെൽഫ് അല്ലെ? യു യൂണിയൻ എ ഇസ് ഈക്വൽ ടു യു. ഇത്രയാണ് യൂണിയന്റെ പ്രോപ്പർട്ടീസ്. ഇത് മനസ്സിലാക്കി വെക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. ഓക്കെ. അടുത്ത സെറ്റിന്റെ അടുത്ത പ്രോപ്പർട്ടി ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാല് രണ്ട് സെറ്റിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, അതിന്റെ സെറ്റിനാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ആ എലമെന്റ്സിന് ഇന്റർസെക്ഷൻ എന്ന് പറയും. അതായത് ഇപ്പൊ എയും ബിയും ഉണ്ടെങ്കിൽ ആ രണ്ട് സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഉള്ളത് ആൻഡ് ആ എലമെന്റ് ബിലോങ്സ് ടു എ ആൻഡ് ബിലോങ്സ് ടു ബി ആയിരിക്കണം. അതാണ് ഇന്റർസെക്ഷൻ. ഓക്കെ. അപ്പോ എ ഇസ് ഈക്വൽ ടു 1, 3, 5, 7. B is equal to 5, 6, 7, 8, 9. അങ്ങനെയാണെങ്കിൽ ഇന്റർസെക്ഷൻ ഏതാണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിലും ഉള്ളത്. ഇതിലും ഉണ്ടാവണം, ഇതിലും ഉണ്ടാവണം. എയിലും ഉണ്ടാവണം, ബിയിലും ഉണ്ടാവണം. രണ്ടിലുള്ള ഏതൊക്കെയാ? 5ഉം 7ഉം അല്ലെ? അപ്പോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 5, 7. ഓക്കെ. ഇനി വെൻ ഡയഗ്രത്തിൽ ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് യു എ ഏതൊക്കെയാ? എയിലുള്ളത് 1, 3, 5, 7 എ. ബിയിലുള്ളത് ഏതൊക്കെയാ? 5, 6, 7, 8, 9. കണ്ടോ? ഇതാണ് എ ഇന്റർസെക്ഷൻ. എയും ബിയും. എ ഇന്റർസെക്ഷൻ ബി ഇതിലേതാണ്? ഈ ഭാഗം 5ഉം 7ഉം, അതായത് ഈ നടുക്കിലുള്ള ഭാഗം, രണ്ടിലും കൂടിയുള്ള ഭാഗം. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. കണ്ടോ? എ ഇന്റർസെക്ഷൻ ബി മനസ്സിലായില്ലേ? ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാം. എ ഇന്റർസെക്ഷന്റെ ചില പ്രോപ്പർട്ടീസ്. ഒന്ന്, എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. അതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ലോ. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു
എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, അതായത് അസോസിയേറ്റീവ് ലോ. അടുത്തത് ഫൈ ഇന്റർസെക്ഷൻ എ. ഫൈ ഇന്റർസെക്ഷൻ എ എന്തായിരിക്കും? 5. ഓൾസോ യു ഇന്റർസെക്ഷൻ എ, യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ എ എന്തായിരിക്കും? എ. അതായത് യുവിനും എക്കും കോമൺ ആയിട്ടുള്ള ഏതാണ്? എ. അടുത്തത് എ ഇന്റർസെക്ഷൻ എ. എ ഇന്റർസെക്ഷൻ എ ഇസ് ഈക്വൽ ടു എന്താണ്? എക്കും എക്കും കോമൺ ആയിട്ടുള്ളത് എ. അത് ഐഡന്റിറ്റി ലോ. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. അടുത്തത് 5. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അത് നമുക്ക് വെൻ ഡയഗ്രം വെച്ചിട്ട് നോക്കാട്ടോ എങ്ങനെയാന്ന്. യൂണിവേഴ്സൽ സെറ്റ് യു എ ബി സി ബി സി. ആദ്യം എന്താ പറഞ്ഞത്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ആദ്യം നമുക്ക് ബി യൂണിയൻ സി ഏതാന്ന് നോക്കാം. ബി യൂണിയൻ സി ഏതാണ്? ഇതും കൂടി ചേർന്നുള്ളത്, അതായത് ബിയും സിയും കൂടിയിട്ടുള്ളത്. നമുക്ക് വരയ്ക്കാം. ഇതാണ് ബി യൂണിയൻ സി അല്ലേ. ഇനി എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞ ഏതാണ്? എയിലും ഈ ഇത്രയും പോർഷനിലും ഉള്ളത്, അതായത് എയിലും ബി യൂണിയൻ സിയിലും കോമൺ ആയിട്ടുള്ളത് ഏതാണുള്ളത്? ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗമുണ്ട്. അതിൽ എയിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്കിങ്ങനെ ക്രോസ് ആക്കി വരച്ച് നോക്കാം. ഇതാണ് എയിലും പിന്നെ ബി ഇന്റർസെക്ഷൻ സിയിലും വരുന്ന ഭാഗം അല്ലെ. ഇതാണ് ഈ ഭാഗം ഇതാണ്. ഈ സാധനം ഇതാണ്, അതായത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ഈക്വൽ ടു എന്താണ്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്നാണ്. നമുക്ക് ശരിയാണോ നോക്കാട്ടോ. ആദ്യം എ ഇന്റർസെക്ഷൻ ബി വരയ്ക്കാം. എ ബി സി. ഇതില് എ ഇന്റർസെക്ഷൻ ബി ഏതാ? അതില് എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാ? ഇത് അല്ലെ. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ സി ഏതൊക്കെയാ? എയിലും സിയിലും ഉള്ളത് ഏതാണ്? ഇതാണ് എയിലും സിയിലും ഉള്ളത് അല്ലെ. ശരിയല്ലേ. ഇനി നമുക്ക് ഇതിന്റെയും രണ്ടിന്റെയും കൂടി യൂണിയൻ ആണ് വേണ്ടത്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും കൂടിയിട്ടുള്ളത് എന്താ? ഇത്രയും ഭാഗമാണ് അല്ലെ. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം. അത് തന്നെയല്ലേ ഇതും സെയിം അല്ലേ. അപ്പൊ നമ്മൾ ഈ വെൻ ഡയഗ്രം വെച്ച് ഇത് പ്രൂവ് ചെയ്തു. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രൂവ് ചെയ്തു. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഓക്കെ. അടുത്ത ഓപ്പറേഷൻ സെറ്റിനുള്ള അടുത്ത ഓപ്പറേഷൻ എന്താ വെച്ചാൽ ഡിഫറൻസ്. എയും ബിയും തമ്മിലൊരു ഡിഫറൻസ്, ബിയും എയും തമ്മിലുള്ള ഡിഫറൻസ്, അതെന്താണ് വ്യത്യാസം നോക്കാം. ഓക്കെ. ഡിഫറൻസ് ഓഫ് എ സെറ്റ് എ മൈനസ് ബി, അതുപോലെ ബി മൈനസ് എ. യൂണിവേഴ്സൽ സെറ്റ് യു എ ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ് ആണ് എ മൈനസ് ബി എന്ന് പറയുന്നത്.
എയിലുണ്ട് ബിയിലില്ല ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഏത് ഭാഗം ഏതുവരെ ഉണ്ടാവും? ഇത്രയും ഭാഗം. ഇതാണ് എ മൈനസ് ബി. കണ്ടോ? എയിലുണ്ട് ബിയിലില്ല. ഇനി ബി മൈനസ് എ എന്ന് പറഞ്ഞാല് ബിയിലുണ്ട് എയിലില്ല, ബിയിലുണ്ട് എയിലില്ല. അപ്പൊ ഇത്രയും ഭാഗമാണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. മനസ്സിലായ? ഇത്രയും ഭാഗം നമുക്ക് എഴുതി വെക്കാം. ബി എ മൈനസ് ബി എന്ന് പറയുന്നത് ഇത്, ബി മൈനസ് എ എന്ന് പറയുന്നതാണ് ഇത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എ മൈനസ് ബിയിലും ബി മൈനസ് എയിലും പെടില്ല കേട്ടോ. ഇത് എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി. മനസ്സിലായില്ലേ? ഇപ്പൊ എന്താണ് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി? എ മൈനസ് ബി അല്ലെങ്കിൽ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്തതും, ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതും. അടുത്ത ഓപ്പറേഷൻ വരുന്നത് ഇനി കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് ആണ്. ഇത് ഡിഫറൻസ് ഓഫ് എ സെറ്റ്. അടുത്തത് കോംപ്ലിമെന്റ്. ഒരു യൂണിവേഴ്സൽ സെറ്റില് ഒരു സെറ്റ് എ ആണെന്നുണ്ടെങ്കിൽ എയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എയിൽ ഇല്ലാത്ത യുവിലുള്ള എലമെന്റ്സ്, ആ സെറ്റിനെയാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയാ. മനസ്സിലായ? എയിൽ ഇല്ലാത്തതും എന്നാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ളതുമായ എലമെന്റ്സ് അടങ്ങിയിട്ടുള്ള സെറ്റിനെയാണ് ആ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്റ്സ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ബട്ട് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ഇതാണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. അതായത് ആ സെറ്റിൽ ഉണ്ടാവില്ല, പക്ഷെ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കും. അതിനെയാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു, യൂണിവേഴ്സൽ സെറ്റ് യു, ബട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അതാണ് എ കോംപ്ലിമെന്റ്. ഇനി ഇതിന്റെ പുറത്തുള്ളതാണ് കേട്ടോ എ കോംപ്ലിമെന്റ്. ഇത് എ ആണെങ്കിൽ ഇതിന്റെ പുറത്തുള്ള എലമെന്റ്സ് ആണ് എ കോംപ്ലിമെന്റ്. ഇനി ഇതില് എ കോംപ്ലിമെന്റ് ഏതായിരിക്കും? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ കോംപ്ലിമെന്റ് എന്താണ്? എ. മനസ്സിലായോ? എ കോംപ്ലിമെന്റ് ഓഫ് കോംപ്ലിമെന്റ്, കോംപ്ലിമെന്റ് ഓഫ് എ കോംപ്ലിമെന്റ്, അതായത് എ ആയിരിക്കും. യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എലമെന്റ്സിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ആ എ കോംപ്ലിമെന്റിൽ ഇല്ലാത്തത്, അതായത് എ അല്ലേ. അപ്പൊ എ കോംപ്ലിമെന്റ് ഓഫ് കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ. ഇനി വേറൊരു റിസൾട്ട്, എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതായത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതായത് നമുക്ക് വെൻ ഡയഗ്രം വെച്ച് നോക്കി നോക്കാം എങ്ങനെയാണെന്ന്. യു വരച്ചു, എ കോംപ്ലിമെന്റും എയും ബിയും കൂടിയിട്ടുള്ള യൂണിയൻ വരച്ചു. എ യൂണിയൻ ബി ഏതാണ്? ഇത്രയും ഭാഗമാണ് എ യൂണിയൻ ബി. ഈ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഭാഗങ്ങൾ അല്ലെ, അത് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ, അതായത് ഇത്രയും ഭാഗങ്ങൾ എ കോംപ്ലിമെന്റിൽ വരും. പിന്നെ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഈ ബി ഒഴിച്ചുള്ള ഇത്രയും ഭാഗങ്ങൾ ബി കോംപ്ലിമെന്റിൽ വരും അല്ലെ. ഇനി അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? രണ്ടിന്റെയും കൂടി വരുന്നത്, അതായത് ഇത്രയും ഭാഗത്തും കൂടി വരുന്നത് ഏതാണ്? ഈ ഇത്രയും ഭാഗം തന്നെ, എയും ബിയും അല്ലാത്ത ഭാഗം. മനസ്സിലായോ? അത് വെൻ ഡയഗ്രം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വരച്ച് ഓരോ ഭാഗവും അടയാളപ്പെടുത്തി നോക്കി നോക്കൂ. മനസ്സിലായോ?
അതായത് അതേപോലെ തന്നെ നമുക്ക് വേറൊരു റിസൾട്ടും കൂടി ഉണ്ട്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. രണ്ട് റിസൾട്ട് കണ്ടു. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ബി യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഈ രണ്ട് ലോയിനും പറഞ്ഞ ഡി മോർഗൻസ് ലോ എന്നാണ് മനസ്സിലായോ? ഡി മോർഗൻസ് ലോ. അതായത് ഇന്റർസെക്ഷൻ ഓഫ്, അത് വേർഡ്സിൽ പറയുകയാണെങ്കിൽ യൂണിയൻ ഓഫ് കോംപ്ലിമെന്റ് ഓഫ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ് is the same as the complement intersection of their complements. മനസ്സിലായോ? അതേപോലെ complement of intersection of two sets is the same as union of their complements. ഇനി കോംപ്ലിമെന്റിലുള്ള ചില പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്ന്, കോംപ്ലിമെന്റ് ലോസിൽ എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു. അതേപോലെ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 5. ഇതെല്ലാം നിങ്ങളൊരു സ്വയം ബുക്കില് നിങ്ങളുടെ ബുക്കില് വെൻ ഡയഗ്രം വരച്ച് നോക്കി വെക്കിയാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. എന്താ ഈ പറഞ്ഞ റിസൾട്ടൊക്കെ ഇത് ശരി തന്നെയാന്ന് മനസ്സിലായോ? ബുക്കില് സ്വയം വരച്ച് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് റിസൾട്ട് മാത്രമേ എഴുതാം. നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമുള്ളതായതുകൊണ്ട് റിസൾട്ടുകൾ മനസ്സിൽ വെക്കുക. അത് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തായാലും ഡയഗ്രം വരച്ച് ഒന്ന് വെരിഫൈ ചെയ്യുക. നല്ല കാര്യമല്ലേ? അപ്പൊ നമുക്ക് മനസ്സിൽ നിൽക്കും റിസൾട്ട്. എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ഇസ് ഈക്വൽ ടു യു എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 5. അടുത്തത് ഡി മോർഗൻസ് ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്, അതായത് കോംപ്ലിമെന്റ് ഓഫ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ് ഇസ് ഈക്വൽ ടു intersection of their complements. അതായത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇനി ലോ ഓഫ് ഡബിൾ കോംപ്ലിമെന്റേഷൻ. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ. അത് ഇത് പറഞ്ഞ പോലെ വെൻ ഡയഗ്രം വരച്ച് നോക്കി നോക്ക്, കിട്ടുന്നുണ്ടോ നോക്കി നോക്ക് കേട്ടോ. എ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് ഓഫ് എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ. അടുത്തത് 5 കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു ആൻഡ് യു കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 5. 5 കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു ആൻഡ് യു കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 5. ഇപ്പൊ ഇത്രയും കാര്യങ്ങള് ഓർത്തു വയ്ക്കുക. ഇനി ഒരു റിസൾട്ടാണ് ഇനി പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ് പഠിക്കാം. അത് കഴിഞ്ഞ് പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഈ പഠിപ്പിച്ച അത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, സിമ്പിൾ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പ്രോബ്ലംസ് വെച്ച് കഴിയുമ്പോൾ ഇതൊക്കെ തറവായിക്കോളും.